പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഡിസംബർ മാസത്തിന്റെ 1-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഡിസംബർ 1-ാം തീയതി വന്നാൽ തന്നെ ക്രിസ്മസ് മാസം എന്ന് പറഞ്ഞ് ഈ ലോകമെമ്പാടും ക്രിസ്മസ് പാട്ടുകൾ പാടാൻ ആരംഭിക്കുന്നതാണ്. അതിനുവേണ്ട ഡെക്കറേഷൻസ് എല്ലാം ചെയ്ത് സന്തോഷത്തോടു കൂടി ആഘോഷിക്കും. ക്രിസ്മസ് എന്നാൽ എന്താണ്? ദൈവം മനുഷ്യനായി ഈ ലോകത്ത് അവതരിച്ചത് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം മനുഷ്യർക്കു വേണ്ടി മനുഷ്യജന്മമെടുത്ത് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. യേശു പിറന്ന് 33.5 വർഷത്തോളം ഈ ലോകത്തിൽ ഒരു സാധാരണ മനുഷ്യനെപ്പോലെ ജീവിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ തന്റെ രക്തം ചിന്തി പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മനുഷ്യവർഗത്തിനൊരു വിമോചനം കൊണ്ടുവന്നു. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചു വന്നത്. ആ യേശുക്രിസ്തു ജനിച്ച ആ ദിവസത്തെ ഓർമ്മിക്കുവാനുള്ളതാണ് ക്രിസ്മസ് ഉത്സവം. ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും പല ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളും എല്ലാ തരത്തിലുള്ള ജനങ്ങളും ക്രിസ്മസ് സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്നു. ലോകമെങ്ങുമുള്ള സകല ജനങ്ങളും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണിത്. ആഫ്രിക്കൻ കാടുകളിൽ വസിക്കുന്ന ആദിവാസി ജനങ്ങളും ഈ ഉത്സവം ആഘോഷിക്കുന്നുണ്ട്. അമേരിക്ക എന്ന വലിയ രാജ്യത്തിൽ വസിക്കുന്ന വലിയ പണക്കാരും ഈ ഉത്സവത്തെ ആഘോഷിക്കുന്നുണ്ട്. സാധാരണക്കാരായ പാവപ്പെട്ട ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ഇത് ആഘോഷിക്കുന്നു. എല്ലാ ഭാഷക്കാരും യേശുവിനെ ആരാധിക്കുന്നു. എല്ലാ ഇനത്തിലുള്ളവരും യേശുവിനെ ആരാധിക്കുന്നു. റഷ്യയിലും ചൈനയിലുമെല്ലാം, ഇംഗ്ലണ്ടിലും അമേരിക്കയിലും മാത്രമല്ല, ലോകത്തിലെ സകല നാടുകളിലും അമേസൺ കാടുകളിലുള്ള ആദിവാസി ജനങ്ങളും എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഇത്. കാരണം യേശുക്രിസ്തു ഒരു മതക്കാർക്കുള്ള ദൈവമല്ല, ഒരു ഭാഷയ്ക്കോ വംശത്തിനോ ഉള്ള ദൈവമല്ല, സർവ്വലോകത്തിന്റെയും ദൈവമാണ്. ലോകത്തിന്റെ രക്ഷകനെന്ന് യേശുവിനെക്കുറിച്ച് പറയപ്പെടുന്നു. ശരി, യേശു ഈ ലോകത്തിൽ ജനിച്ചത് നല്ലത് തന്നെയാണ്. അതിനാൽ എനിക്കെന്താണ് അനുഗ്രഹം എന്ന് വിചാരിക്കുകയാണോ? യേശു ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ യേശുവിന് അനേകം പേരുകൾ നൽകപ്പെട്ടിരുന്നു. അതിൽ ഒരു പേര് നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നു. യെശയ്യാവ് 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്ക് വേണ്ടി യേശു ഈ ലോകത്തിൽ ഒരു ശിശുവായി അവതരിച്ചു. അവന്റെ നാമം അത്ഭുതകരമാണ്. ആദ്യമായി പറയുന്നത് അത്ഭുതവാൻ എന്നാണ്. വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പല പേരുകൾ യേശുവിനുണ്ട്. ആദ്യം അത്ഭുതകരമായവൻ. യേശുവിന്റെ ജനനം അത്ഭുതകരമാണ്, ജീവിതം അത്ഭുതകരമാണ്. യേശു പോയ സ്ഥലങ്ങളിലെല്ലാം അതിശയങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു. യേശുവിന്റെ മരണം അത്ഭുതം, ഉയർത്തെഴുന്നേൽപ്പ് അത്ഭുതം, എല്ലാം അത്ഭുതകരമാണ്. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. മീഖ 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ, മീഖ 7-ാം അധ്യായം 15-ാം വചനത്തിൽ പറയുന്നു, നിന്നെ അത്ഭുതങ്ങളെ കാണിക്കും എന്ന് യേശു പറയുന്നു. യേശു അത്ഭുതവാനാകുന്നുവല്ലോ. ആ യേശു പറയുന്നു, മകനെ, മകളെ, നിന്നെ അതിശയങ്ങളെ കാണിക്കും എന്ന്. ഏതോ ഒരു അത്ഭുതത്തെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച് തളർന്നു പോയോ? വർഷത്തിന്റെ അവസാന മാസത്തിലേക്ക് കടന്നിരിക്കുന്നു, ഇനിയും നടന്നില്ലല്ലോ എന്ന് വിചാരിക്കുകയാണോ? ഇന്ന് പറയുന്നു, നിന്നെ അതിശയങ്ങളെ കാണിക്കുമെന്ന്. എങ്ങനെയുള്ള അത്ഭുതം എന്ന് ഇതില് പറയുന്നുണ്ട്. നീ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട കാലത്തെന്ന പോലെ നിനക്ക് അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പറയുന്നു. മിസ്രയീമ്യരുടെ അടിമത്തത്തിൽ നിന്നും ദൈവം ഇസ്രായേൽ ജനങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്നില്ലേ? ആ നാളുകളിൽ ദൈവം അനേകം അത്ഭുതങ്ങൾ ചെയ്തു. അതേപോലെയുള്ള ഒരു അതിശയം നിനക്കും ചെയ്യുമെന്ന് ദൈവം പറയുന്നു. എന്തതിശയം? അതൊരുപാടുണ്ട്. 3 ഇപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യം, കടൽ 2-ആയി പിളർന്ന് അതിലൊരു വഴിയുണ്ടാക്കി. പുറകിൽ ഫറവോന്റെ സൈന്യം, ശത്രുക്കൾ പിന്തുടർന്നു വരുന്നു. മുന്നോട്ടു പോകാൻ വഴിയില്ല, കടൽ തടസ്സമായി നിൽക്കുന്നു. എങ്ങനെയാണ് ഇതിനെ കടന്നു പോകാനാവുക? എങ്ങനെയാണ് ചെങ്കടൽ കടന്നു പോകാനാവുക? ദൈവം ഒരത്ഭുതം ചെയ്യുന്നു. കടൽ 2-ആയി പിളർന്ന് അതിന്റെ നടുവിൽ ഒരു വഴിയുണ്ടാക്കി അക്കരയ്ക്ക് പോകുവാനായി ദൈവം സഹായിക്കുന്നു. അപ്പോൾ വഴിയില്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് വഴി തുറക്കും. അത് അത്ഭുതകരമായി നടക്കും. ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നടക്കും. നിങ്ങളെ അത്ഭുതത്തെ കാണാൻ ഇടയാക്കും. അടുത്തതായി, അവർ വെള്ളമില്ലാതെ ദാഹിച്ച് വലയുന്നു. അവരേകദേശം 30 ലക്ഷം ജനങ്ങളുണ്ടായിരുന്നു. വലിയ കൂട്ടം കുടുംബമായി പുറപ്പെട്ടു വന്നിരിക്കുന്നു. മാറ എന്ന സ്ഥലത്ത് വന്നപ്പോൾ അവിടെ വെള്ളമുണ്ടായിരുന്നു. കുടിച്ചപ്പോൾ ഭയങ്കര കയ്പ്, ദാഹം തീർക്കാനായില്ല, അത് കുടിക്കാൻ കഴിയാത്തതായിരുന്നു.
എന്താ ഇത്, ദാഹിച്ചു വന്നപ്പോൾ വെള്ളം കയ്പായിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ച ഉടനെ ദൈവം മോശയ്ക്ക് ഒരു മരം കാണിച്ചു കൊടുത്തു. ആ മരം മുറിച്ച് വെള്ളത്തിലിട്ടയുടനെ ആ വെള്ളം മധുരമുള്ളതായി തീർന്നു. കയ്പ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കയ്പുണ്ട്, ആരോടോ കയ്പുണ്ട്. എന്തോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഒരു കയ്പുണ്ടാക്കിയിരിക്കുന്നു. നിന്ദകൾ, അപമാനങ്ങൾ, ഞെരുക്കങ്ങൾ, അപമാനിക്കുന്ന കാര്യങ്ങൾ. എന്തിന് ജീവിക്കണം? മരിച്ചാൽ മതിയായിരുന്നു എന്ന് ജീവിതം കയ്പായിരിക്കുന്ന ഒരു സ്ഥിതിയിലായിരിക്കാം. കുരിശുമരത്തെ നോക്കൂ. ആ മരത്തിൽ യേശു കയ്പ് രുചിച്ചു നോക്കി. നമ്മുടെ കയ്പും വേദനയും കുരിശിൽ ചുമന്ന് തീർത്തു. കുരിശുമരത്തെ നോക്കിയാൽ കയ്പ് മധുരമായി മാറും. ആ അത്ഭുതത്തെ ദൈവം നിങ്ങൾക്ക് ചെയ്യും, ഭയപ്പെടേണ്ട. പിന്നെയുള്ള കാര്യം, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? ഉള്ളത് മരുഭൂമിയിലാണ്. അവിടെ വിതയ്ക്കാനും പറ്റില്ല, കൊയ്യാനും കഴിയില്ല, ഒരു കാര്യവും ചെയ്യാനാവില്ല. മരുഭൂമി. യഹോവ ആകാശത്ത് നിന്ന് അവർക്ക് മന്ന പൊഴിച്ചു കൊടുത്തു. സ്വർഗത്തിലെ ആഹാരത്തെ, ദൂതന്മാർ കഴിക്കുന്ന ആഹാരം കൊടുത്ത് അവരെ പോഷിപ്പിച്ചു. 40 വർഷം പോഷിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണത്തിന് എന്തു ചെയ്യും? നാളേക്ക് എന്തു ചെയ്യും? അടുത്തതെന്തു ചെയ്യും? ആവശ്യങ്ങൾക്ക് എന്തു ചെയ്യും? മക്കളുടെ പഠിപ്പിന് എന്തു ചെയ്യും? വിവാഹത്തിന് എന്തു ചെയ്യുമെന്ന് വിഷമിക്കുകയാണോ നിങ്ങൾ? നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിങ്കിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കും. അത്ഭുതകരമായി നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിയിരിക്കും. അതാണ് ദൈവം പറയുന്നത്, ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. നിന്നെ അത്ഭുതങ്ങൾ കാണിച്ചു തരും. നിങ്ങൾ വിശ്വസിക്കുമോ? സത്യമായി വിശ്വസിച്ചാൽ, യേശുവേ, എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നമുണ്ട്, ഈ തടസ്സങ്ങൾ മാറണം, ഈ കയ്പുള്ള പരിതസ്ഥിതികൾ മാറണം, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം, ഒരത്ഭുതം വേണമെന്ന് അപേക്ഷിച്ചു നോക്കൂ. ഇന്ന് അത്ഭുതം നടക്കും. പ്രാർത്ഥിക്കാമോ? പിതാവേ, ഈ മകനും മകൾക്കും അത്ഭുതം ചെയ്യുമെന്ന് വാക്ക് തന്നിരിക്കുന്നു. ഞാൻ ഇവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മക്കൾക്ക് അത്ഭുതം പ്രവർത്തിച്ച് അവരെ സന്തോഷിപ്പിക്കണമേ. തടസ്സങ്ങൾ മാറട്ടെ, വഴികൾ തുറക്കപ്പെടട്ടെ, കയ്പുള്ള പരിതസ്ഥിതികൾ മാറി സന്തോഷവും ആനന്ദവും ഉണ്ടാകട്ടെ. അവരുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടട്ടെ, കുറവുകൾ നികത്തിക്കൊടുക്കണമേ, അത്ഭുതങ്ങൾ ചെയ്ത് സന്തോഷിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ